ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. നമുക്കിപ്പോൾ കർക്കിടക മാസമൊക്കെ തുടങ്ങുകയല്ലേ, അപ്പം നമുക്കൊരു കർക്കിടക ഔഷധ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് തുളസിയില വലിക്കാം കേട്ടോ. ഓക്കെ, നമുക്കിവിടെ കുറച്ച് പനിക്കൂർക്കയുണ്ട്, അതും കൂടി എടുക്കാം കേട്ടോ. നമുക്ക് ഈ ഹെർബൽ സൂപ്പ് ഉണ്ടാക്കാനായി ഇത് ഞാനൊരു 15 തുളസിയില എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ലീഫാണ് ഇത്. ഏകദേശം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ഇടാം കേട്ടോ. ഇത് ഒരു 3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത് പിന്നെ 3 വലിയ ഇല ആയതുകൊണ്ട് ഞാനൊരു 3 പനിക്കൂർക്കട ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത് 3ഉം കൂടി ഒന്ന് ചതച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഇതിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമ്മളിപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ കൂടി ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇലകൾ കൂടി ഇടാം. ഇപ്പോൾ ഏകദേശം ആ വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ പോയി, കുരുമുളകിൻ്റെയും ഒക്കെ. ഇനി നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ അതിനെ ഓഫ് ചെയ്യാം. ഇപ്പോൾ മറ്റേ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സൂപ്പിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഈ സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ഇളം ചൂടോടുകൂടി കുടിക്കാം. വളരെ നല്ലതാണ് ഹെൽത്തിന്. സോ ഈ കർക്കിടകത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. വയറിനും ഒക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫീഡ്ബാക്കും അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.